ദൈവനാമത്തിന് മഹത്വം. ഈ മീറ്റിംഗ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കടന്നിരിക്കുന്ന എല്ലാ ദേവദാസിമാർക്കും ആൻറ്റിമാർക്കും സഹോദരിമാർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നെ ഈ വേദിയിലേക്ക് വീണ്ടും ക്ഷണിച്ചതിനായി നന്ദി പറയുന്നു. സ്തോത്രം. ഞാൻ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കടന്നു വന്നപ്പോൾ ആരാധനയിൽ ദൈവത്തിന്റെ ആത്മാവ് അസാധാരണമായ ഒരു അനുഭവം എനിക്ക് തരുവാനിടയായി. പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു അത്ഭുത ശക്തി കർത്താവിനോട് പറയുന്നു, ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുകയായിരുന്നു. ആമേൻ. ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുകയായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ? ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ? ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണേ. ക്ലിയർ. ഓക്കെ, താങ്ക് യു. ദൈവത്തിനെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രത്യേക ഒരു മേഖലയായിരുന്നു. ദൈവാത്മാവ് എന്നോട് എടുത്ത് പറഞ്ഞു, ആ പാട്ട് പാടിയ ആന്റി ഇതിനകത്തുണ്ടോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ് ആന്റി. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരുന്ന സ്ഥാനത്ത് ആന്റിയും ആന്റിയുടെ മകളും അല്ലെ, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങളായിരിക്കുന്ന ആ മുറിക്കകത്തുണ്ടല്ലോ ദൈവാത്മാവിന്റെ അത്ഭുത ഒരു പരിവർത്തനം, അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം, ദൈവശക്തി അനുഭവിക്കുവാനിടയായി. ദൈവാത്മാവ് ഇവിടെ ആ ഒരു പ്രത്യേക അനുഭവം പറഞ്ഞത്, ദൂതന്മാർ അവിടെ ആ ചുറ്റും നിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം കേട്ടോ. ദൈവാത്മാവ് ശക്തമായി അവിടെ പണന്നു വരികയാണ്. ഇതാ ഹന്തല ഡിവൈസ് പോയോ? ഉണ്ടല്ലോ അല്ലെ? ഓക്കെ ഓക്കെ, സോറി, എനിക്ക് കാണാൻ കഴിയാൻ. ഓക്കെ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ദൂതന്മാരുടെ സാന്നിധ്യത്തിന്റെ നടുവിലിരുന്ന് നിങ്ങൾ ആരാധിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. കർത്താവ് പറയുന്ന പ്രത്യേക ചില കരുതലുകൾ നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി ദൈവം കരുതാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കുന്നതിൽ അധികമായി ദൈവത്തിന്റെ ഒരു കരുതൽ ഈ വർഷം വെച്ചിട്ടുണ്ട്. ചോദിക്കുന്നത് ഒരു ലെവലിലാ, ചോദിക്കുന്നത് ഒരു അളവിലാ, പക്ഷെ കർത്താവിന്റെ അളവ്, കർത്താവ് പറയുന്നു, അതിനെ കഴിഞ്ഞും വലുതാകട്ടോ, അതിനെ കഴിഞ്ഞും ശക്തമാ. ഒരു വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിന്തിക്കണം, കർത്താവ് അതിനു വേണ്ടി, ദൈവത്തിന്റെ പ്ലാനാ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും. പക്ഷേ ഉത്തരം തരുന്നത് കർത്താവിന്റെ മഹത്വത്തിനൊത്തവണ്ണമാ. കാരണം ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ നാമത്തിൽ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ രഹസ്യമായി മറഞ്ഞിരുന്ന് ചെയ്ത ചില വിഷയങ്ങളുണ്ട്. ദൈവം പറയുകയാ, ഞാൻ അതിന് പരസ്യമായി ഉത്തരം തരാൻ പോകുകയാ. പ്രതിഫലം ശക്തമായിട്ടുണ്ട് കേട്ടോ. മൊർദെഖായി രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറയത്തിരുന്ന് പ്രവർത്തിച്ചത്, മൊർദെഖായി ചെയ്തതെല്ലാം ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ച്, പക്ഷെ ആ ദേശക്കാരൊന്നും അറിഞ്ഞില്ല. രാജാവിന് പോലെ മനസ്സിലായില്ല കേട്ടോ. പുസ്തകത്തിൽ എഴുതി വെച്ചു, പക്ഷെ രാജാവ് മറന്നുപോയി. രാജാവിന് പോലും അറിവ് കിട്ടാത്ത ചില വിഷയങ്ങളാ. തക്ക സമയത്ത് ദൈവം രാജാവിന് ഉറക്കം കൊടുക്കാതെ, രാജാവിന് ഉറക്കം കൊടുക്കാതെ രാത്രിയിൽ ദിനവൃത്താന്ത പുസ്തകം എടുപ്പിച്ചിട്ട് അത് അതേ പോർഷൻ വായിപ്പിച്ചതുപോലെ നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ ആ വിഷയത്തിൽ ആരെ കൊണ്ട് പ്രവർത്തിപ്പിക്കണമോ ഞാൻ എഴുന്നേൽപ്പിക്കും, രാത്രിയിൽ എഴുന്നേൽപ്പിക്കും കേട്ടോ. പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങൾക്ക് മുടക്കം വന്നതുപോലെ ബ്ലോക്കായി കിടക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടോ ആന്റി? ചില വിഷയങ്ങൾ ബ്ലോക്കായി കിടക്കുന്നത് പോലെ ദൈവം ആ വഴി തുറക്കാൻ പോകുക കേട്ടോ. ചിലരോട് ദൈവാത്മാവ് ഇടപെടാൻ പോകുക. അസാധാരണമായ ഒരു ദൈവിക കരുതല. അത് നോക്കി നിൽക്കുന്നവർ പോലും അതിശയപ്പെടും. നിങ്ങളുടെ ഭവനത്തിൽ എങ്ങനെ ഈ ഭവനത്തിൽ ഈ വിഷയം വെളിപ്പെടേണ്ട ഒരു ചാൻസുമില്ല. ഈ ഭവനത്തിൽ ഇങ്ങനെയുള്ള ഒരു ഇത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ, അല്ലാതെ മനുഷ്യരാൽ കഴിയത്തില്ല എന്നുള്ള ഒരു സാക്ഷ്യം നിങ്ങളുടെ വായിൽ നിന്ന് വെളിപ്പെടാൻ പോകുക. ഉടനെ തന്നെ ഒരു പ്രത്യേക പാത ദൈവം ഒരുക്കുന്നുണ്ട്. ഉടനെ തന്നെ
വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് അതിനെ അവകാശമാക്കണം. അത് യുദ്ധമേഖലയാകട്ടോ, യുദ്ധമേഖലയാ. ഉടനെ തന്നെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോകുക. അവകാശികൾ പലരും ചുറ്റും നിന്ന് അവകാശം പറയുന്ന ഒരവസ്ഥയാണത്. കർത്താവ് പറയുന്നത് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക. അഹരോന്റെ വടിയിൽ അഹരോന്റെ പേരെഴുതി വെച്ച് കേട്ടോ. ലേവി ഗോത്രത്തിന്റെ വടിയാ. ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹരോന്റെ പേര് തന്നെ എഴുതി വെച്ച് കർത്താവ് നിശ്ചയിച്ചത് അഹരോൻ തന്നെയാ. കർത്താവ് നിശ്ചയിച്ചത് നടക്കത്തുള്ളൂ കേട്ടോ. ചിലരുടെ പേരുകൾ മുന്നിൽ വന്നിട്ട് നമ്മുടെ പേര് അങ്ങ് പുറകിലോട്ടായി എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇരിക്കുകയാ. പുരുഷാരത്തിന്റെ നടുവില് ഒറ്റപ്പെട്ടതുപോലെ, പുറകോട്ട് മാറിപ്പോയതുപോലെ, തള്ളി മാറ്റപ്പെട്ടതുപോലെ കർത്താവ് പറയുക, അഭിഷേകത്തെ ഞാൻ മുൻപോട്ട് കൊണ്ടുവരും. ആർക്കും ഒന്നും പറയുവാൻ കഴിയാതെ വിലക്കുകളും എതിരുകളും ഇതുവരെയും വന്നതെല്ലാം അസാധുവാക്കുന്ന ദൈവപ്രവൃത്തി. യെസ്, ഇതേ വാക്കാണ് കർത്താവ് പറയുന്നത്. അസാധുവാക്കുന്ന ദൈവിക പദ്ധതി ഇങ്ങനെയാ വെളിപ്പെടുന്നെന്ന് ജാതികൾ അറിയും. യേശുവിനെ അറിയാത്തവർ ഇങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതെന്ന് അറിയും. ഇതുവരെയുള്ള ഒത്തിരി വിലക്കുകൾ, അതിന്റെ പിന്നിലെ ചില മുൻവിധികളും ചില പരാജയത്തിന്റെ വാക്കുകളും മുൻവിധിയോടെ പറയുക, ഇത് സംഭവിക്കത്തില്ല, ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോകത്തുള്ളെന്നുള്ള കാര്യത്തിൽ പല വർഷങ്ങളായി നിങ്ങൾ പല വിഷയത്തിലും കേട്ടോണ്ടിരിക്കുക. ഒരു കാര്യത്തിൽ ചുവടെടുത്ത് വയ്ക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു മുൻവിധി അവിടുന്ന് ഉയരുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അല്ലെ? എത്ര പ്രാവശ്യമായി ഇത്തവണ കർത്താവ് മിണ്ടാതിരിക്കത്തില്ല കേട്ടോ. നിങ്ങൾ ചില ചുവടുകൾ വിശ്വാസത്തോടെ എടുത്തു വെച്ചിട്ട് നോക്കിയിരിക്കുക, കർത്താവ് എപ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ എഴുന്നേൽക്കാൻ പോവാ, എന്റെ ജനത്തിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കുകയാ. ഞാൻ ഇനി മിണ്ടാതിരിക്കത്തില്ല. കാരണം നിന്ദിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നിന്ദിക്കുന്നവർ നാട്ടിൽ നിന്ന് പോലും ചില ഫോൺ കോൾസ് വഴി പോലും പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. ഹൃദയം കലങ്ങിയിരിക്കുന്ന വിഷയത്തില് ദൈവം പറയുക, ഞാൻ എഴുന്നേൽക്കുകയാ, ഇന്ന് രാത്രി ഞാൻ എഴുന്നേൽക്കുകയാ. ദൈവം പറയുന്നു, മകളെ നീ സ്തുതിക്കാൻ തയ്യാറായിക്കോ, ഞാൻ പ്രവർത്തിക്കാൻ പോകുക. ഇത് കർത്താവിന്റെ അരുളപ്പാട്. സ്തോത്രം. ദൈവമക്കളെ, ഈ മീറ്റിംഗിലായിരിക്കുന്ന ഓരോ ഡിവൈസസിനെ നോക്കി കർത്താവ് പറയുക, പ്രത്യേക കരുതലുകൾ വെളിപ്പെടാൻ പോകുക കേട്ടോ. പ്രത്യേക കരുതലുകൾ വെളിപ്പെടാൻ പോകുക. അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു, യഹോവ ഈരെ, ദൈവം നോക്കിക്കോളും, അല്ലെങ്കിൽ ദൈവം കരുതിക്കോളും. അബ്രഹാമിന്റെ മനസ്സില് ഒരു കുഞ്ഞാടാ. ദൈവം എങ്ങനെയാ നോക്കാൻ പോകുന്നതെന്ന് അബ്രഹാമിന് അറിയാം, ഇസഹാക്കിന് അറിയത്തില്ല. അപ്പം പറഞ്ഞ വാക്ക് മകൻ അങ്ങ് വിശ്വസിച്ചു. അത് മുകളിൽ ചെന്നപ്പോൾ കണ്ടു ഒരു ആടിനെ ദൈവം അവിടെ ആട്ടുകൊച്ചിനെ കുരുക്കിയിട്ടിരിക്കുക. ദൈവം കുരുക്കിയിട്ടിരിക്കുക. ദൈവാത്മാവ് പറയുന്നു, ദൈവമക്കളെ, കർത്താവ് പറയുക, വിഷയങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കുരുക്കിയിട്ടിരിക്കുകയാണെന്ന്. ഇടത്തോട്ടും വലത്തോട്ടും ചലിക്കാതെ, ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ, കുതറി ഓടാതെ ആ മലമുകളിലേക്ക് കയറി വരാൻ ഒരാട്ടുകൊച്ചിന് കഴിയുമെങ്കിൽ കുരുങ്ങിക്കിടക്കുന്നതിനടുത്ത് നിന്ന് അവിടെ എന്തെങ്കിലും വിഷയത്തിൽ സ്റ്റക്കായി പോയാൽ ചാടി പോകത്തില്ലയോ? ഈ അബ്രഹാമിനെ പിടിക്കാൻ ചെന്ന ചാടി പോകത്തില്ലോ? കർത്താവ് ഒരു പടി ചെയ്തു, അതിനെ കുരുക്കിയിട്ട്, അതിന്റെ കൊമ്പ് തന്നെ പിടിച്ച് കുരുക്കിയിട്ടു. പരിശുദ്ധാത്മാവ് പറയുന്നു, വിഷയത്തിന്റെ കാതലായ ഭാഗത്തെ കർത്താവ് പിടിച്ചിരിക്കുക. ഇന്ന് രാത്രികാലം, ഇന്ന് ഈ സന്ധ്യാസമയത്ത് കർത്താവ് പിടിച്ചിരിക്കുക. ഈ ദൂത് അങ്ങോട്ട് ഏറ്റെടുത്ത്, ഹൃദയത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്ത്, ഹൃദയത്തിന്റെ വാതിൽ അങ്ങ് തുറക്കുവാൻ കർത്താവ് പറയുക. ഹൃദയത്തിന്റെ വാതിൽ അങ്ങ് തുറന്ന് ഏറ്റെടുക്കകത്തോട്ട്. അസാധാരണമായി ദൈവിക ആലോചന തന്നെയാകട്ടോ. സാധാരണ കേൾക്കുന്നത് പോലത്തെയുള്ള പ്രോമിസ് അല്ല ഇത്. നിങ്ങൾ കണ്ണിനാൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. ജെസ്സി രാജു എന്ന ഡിവൈസിലെ ആന്റി കേൾക്കുന്നുണ്ടോ? ജെസ്സി രാജു എന്ന ഡിവൈസിലെ ആന്റി, ദൈവാത്മാവ് പറയുന്നു, കർത്താവിന്റെ കരുതല് വ്യത്യസ്തമാ. യഹോവ ഈരെ എന്നൊക്കെ പാടും, പ്രാർത്ഥിക്കും, പറയും. എന്നാൽ എവിടെ നിന്റെ യഹോവ ഈരെ എന്ന് ചോദിക്കുന്നവരില്ലേ ചുറ്റും? യഹോവ ഈരെ എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. കർത്താവ് പറയുന്നു, ഞാൻ വെളിപ്പെടുത്താൻ പോകുക. യഹോവ ഈരെ ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോകുക. യെസ്, കർത്താവ് പറയുന്നു,
മോശയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ ഫറവോനോട് ചെന്ന് സംസാരിക്കണം, നീ ഫറവോനോട് ചെന്ന് സംസാരിക്കണം, നീ ഇസ്രായേൽ ജനത്തോട് ചെന്ന് സംസാരിക്കണം. മോശ ദൈവത്തോട് ചോദിക്കുന്നത്, ഞാൻ എന്താ ചെന്ന് പറയണത്, നീ ആരാണെന്നാ ഞാൻ ചെന്ന് പറയണേ? അവരെന്നെ, ഇസ്രായേൽ ജനം എന്നെ വിശ്വസിക്കത്തില്ല, ഫറവോനും എന്നെ വിശ്വസിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ വിക്കനാ, ഞാൻ തടിച്ച നാവുള്ള മനുഷ്യനാ, എനിക്ക് കഴിവില്ലെന്നേ. മോശെ പറഞ്ഞ കാര്യത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, എനിക്ക് കഴിവില്ല ദൈവമേ, ആരെങ്കിലും ഒന്ന് അയച്ചാട്ട്. ദൈവം പറഞ്ഞെന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു. റബല വംശീകാല അന്തരേ, I am who I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ ഒരൊറ്റ വാക്ക് മതി കേട്ടോ, ഈ ഒരൊറ്റ പേര് മതി. കർത്താവ് പറയുന്നു, കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ മുൻപേ പോകുകയാ, നിന്റെ മുൻപേ പോകുകയാ. നിന്റെ മുൻപിൽ കടന്നു പോയി സംസാരിക്കേണ്ടവരോട് ഞാൻ സംസാരിക്കുകയാ. നിനക്ക് വേണ്ടി ഞാൻ വഴിയൊരുക്കുകയാ. ആരാധനയ്ക്ക് വിലക്കിടുവാൻ നോക്കുന്ന ശത്രുവിന്റെ പോരുകളാ, ആരാധനയ്ക്ക് തടസ്സമിടുവാൻ, അതിരിടുവാൻ നോക്കുന്ന ശത്രുവിന്റെ അന്ധകാര ശക്തികൾ ചുറ്റുമുണ്ട് കേട്ടോ. പ്രഭിച്ചു പോകരുത്. എത്രത്തോളം വിലക്ക് വരുന്നു അത്രത്തോളം വാ തുറന്നോണം. ഒരു വചനം തരിക, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. കർത്താവ് ഇന്ന് രാത്രികാലം പറയുക, എന്റെ ദാസിയെ വായ അങ്ങ് തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാം. എത്രത്തോളം തടസ്സങ്ങൾ മുൻപിൽ കാണുന്നുവോ അത്രത്തോളം ഉറക്ക നിലവിളിച്ചോണം കേട്ടോ. കലങ്ങി പോകരുത്, കലങ്ങി പോകരുത്, പതറിപ്പോകരുത്. ദൈവപ്രവർത്തി ശക്തമായി വെളിപ്പെടാൻ പോകുക കർത്താവിന്റെ അരുളപ്പാട്. ദൈവമക്കളെ, കരുതല്, ആ കരുതൽ മാത്രമല്ല, മന്ന ദൈവം കൊടുത്തപ്പോൾ എങ്ങനെ പൊതിഞ്ഞത്? മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. കർത്താവിന്റെ ജനത്തോട് പറയുക, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇട്ടു തരുന്ന ചില കരുതലുകളുണ്ട് കേട്ടോ. ഡയറക്ട്ലി സ്വർഗത്തിൽ നിന്ന് വരുന്ന. സൂസൻ ആന്റി ദേവദാസിയോടെ പറയുന്നത് കേട്ടോ. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ഡിവൈസിലെ സൂസൻ ആന്റിയോട് ദൈവാത്മാവ് ശക്തമായി പറയുക, സ്വർഗത്തിൽ നിന്നും ചില കരുതലുകൾ വരുന്നു. ഇത് ദൈവത്തിന്റെ കരത്താൽ ലഭിച്ചെന്ന് പറയാൻ തക്കവണ്ണം, ദൈവം തന്നെയാ ഞങ്ങൾക്ക് തന്നതെന്ന് പറയാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്നൊരു കരുതൽ കടന്നു വരുന്നുണ്ട് കേട്ടോ. ദൈവദാസി വിഷയം വെച്ച് പ്രാർത്ഥിച്ചോളൂ. ഈ ദിവസങ്ങളില് ഭാരപ്പെടുന്ന വിഷയത്തിൽ കർത്താവ് ചില കുരുക്കുകൾ അഴിക്കാൻ പോകുക. കുരുക്കുകൾ പോലെ എത്ര അഴിക്കാൻ ശ്രമിച്ചാലും തന്ത്രശാലിയായ ശത്രു ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ കുരുക്കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവദാസി അത് ഒരു സൈഡിൽ നിന്ന് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ നിന്ന് കുരുക്കിയിടുന്ന ശത്രുവിന്റെ പോരുകട കർത്താവ് ഇന്ന് രാത്രിക്കാലം അഴിക്കുക. കർത്താവ് ഇന്ന് രാത്രിക്കാലം കുരുക്കഴിച്ചിരിക്കുക. ഈ കൂട്ടായ്മയുടെ ബന്ധത്തിന് ചില തടസ്സങ്ങൾ, ചില അതിരുകൾ സൃഷ്ടിച്ചുകൊണ്ട് ശത്രു നിന്ന് വെല്ലുവിളിക്കുക. ദൈവദാസിയെ, ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഈ കൂട്ടായ്മയുടെ അതിര് വിസ്താരമാക്കി കണ്ണിനാൽ കാണാൻ പോവാ. പുതിയതായി ചില ജീവിതങ്ങൾ പ്രാർത്ഥനയുടെ അപേക്ഷയുമായി കടന്നു വരും കേട്ടോ. പ്രാർത്ഥനയുടെ അപേക്ഷമായി ചില ഫോൺ കോൾസ് ഒക്കെ കടന്നു വരും കേട്ടോ. കൂട്ടിക്കണം, ചേർത്ത് പിടിച്ചോണം. കർത്താവ് പറയുന്നു, സ്വർഗത്തിലെ കവാടം ഇന്ന് രാത്രികാലം തുറന്നു കഴിഞ്ഞു. സ്വർഗത്തിലെ വാതിൽ ഇന്ന് രാത്രികാലം തന്റെ ദാസിക്ക് വേണ്ടി കർത്താവ് തുറന്നു കഴിഞ്ഞു. തുറന്നിരിക്കുക. സ്വർഗീയ വാതിൽ ഇന്ന് രാത്രികാലം തുറക്കുന്നു. പത്മോസിൽ വെച്ച് കണ്ട വെളിപ്പാട് കർത്തൃദാസി ഈ ദിവസങ്ങൾ കാണാൻ പോകുകയാണെന്ന് ഒരു പ്രത്യേക തേജസ് കാണാൻ പോകുകയാ.
കർത്താവ് മുറിക്കകത്ത് വന്ന് നിൽക്കുന്നത് കാണാൻ പോവുകയാകട്ടോ. പ്രാർത്ഥിച്ച് ഈ വിഷയത്തെ അവകാശമാക്കിക്കൊള്ളുക. എനിക്ക് വേണം കർത്താവേ, എനിക്ക് നിന്റെ മുഖശോഭ കാണണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോ. അടുത്ത് തന്നെ ഉണ്ട് ദൈവപ്രവൃത്തി, അടുത്ത് തന്നെ ഉണ്ട്. ഓ യെസ്, കർത്താവ് മുറിയിൽ തന്നെ ഉണ്ടെന്നേ സുസ്നാൻഡി, കർത്താവ് മുറിയിൽ തന്നെ ഉണ്ട് കേട്ടോ. കർത്താവ് നോക്കി നിൽക്കുക. ആരാധിച്ച് ഈ വിഷയം ഏറ്റെടുത്തോ. ഈ വരും ദിവസങ്ങളിൽ തന്നെ നേരിട്ട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോകുക, ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുക. പ്രാർത്ഥിച്ചോ. ദൈവമക്കളെ, വചനത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നമ്മൾക്ക് വായിക്കാം പുറപ്പാട് 14-ന്റെ 14 വാക്യം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു. ഈ സന്ദർഭം നമ്മൾക്കറിയാം. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്നതിന് മുൻപ് അതിന്റെ തീരത്ത് വന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ, അതിന്റെ തീരത്ത് വന്ന് പാർക്കുമ്പോൾ പെട്ടെന്ന് അവർ കാണുന്നത് പിന്നാലെ ഇറങ്ങി തിരിച്ചതായ ഫറവോന്റെ സൈന്യം പാഞ്ഞു വരിക. അവർക്ക് രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്. ഇവരവിടെ തീരഹസ്തുര ആ കടൽക്കരയിൽ തന്നെ അവർ തമ്പടിച്ചിരിക്കുക, അവർ പാർത്തിരിക്കുക, അക്കരെ കടക്കണം. എന്നാൽ ഇവർ കടന്നു വരുന്നവോ രഥചക്രങ്ങളുടെ സൗണ്ടും ഒന്ന് ചിന്തിച്ചു നോക്ക. അവരുടെ വരുന്ന പാച്ചിലും വേറെ വഴിയില്ല. ഫറവോൻ ഇത് തന്നെയാ പറഞ്ഞ. അവര് പെട്ടുപോയി കേട്ടോ. അവർ പെട്ടുപോയി. അവർ ഇന്നടത്ത അല്ലെ പർവ്വതങ്ങളെ മലകളെ ചുറ്റപ്പെട്ട സ്ഥല, മുന്നിൽ ചെങ്കടൽ, അവരെ ഞാൻ പിടിച്ചോണ്ട് പോകും. എന്നാൽ ഇവർ കടന്നു വരുന്ന സമയത്ത് ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് ചോദിക്കുന്ന ഒരു വിഷയമാ. മോശയെ നിലവിളിക്കാൻ തുടങ്ങി. ദൈവം ചോദിക്കുന്നത്, why are you crying out to me? മോശേ, നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ ഈ വിഷയത്തിൽ നിലവിളിക്കുന്നേ? ഇതിന്റെ പിന്നിലുള്ള ഒരു വിഷയം കൂടെ പറയാം. മോശേ, നീ മിസ്രൈമിലായിരുന്നപ്പോൾ അസാധാരണമായി കാര്യങ്ങൾ നിന്നിലൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതല്ലേ? ഇന്ന് രാത്രി ദൈവാത്മാവ് തന്നെ ജനത്തോട് ചോദിക്കുക, ദൈവദാസിമാരോട് ചോദിക്കുക, കഴിഞ്ഞ ദിവസങ്ങൾ അടയാളങ്ങൾ ചെയ്തതല്ലേ? കണ്ടത് മാത്രമാണോ? ചെയ്തതല്ലേ? അടയാളങ്ങളിലൂടെ കടന്നു വന്നതല്ലേ? കടിഞ്ഞു സംഹാരത്തിന്റെ അനുഭവം പോലും കണ്ടതല്ലേ? മോശേ, നീ എന്തിനാ ഇപ്പോൾ കരയുന്നത്? ഇപ്പോൾ എന്തിനാ നിലവിളിക്കുന്നത്? ജനത്തോട് മുൻപോട്ട് പോകാൻ പറയുക. എങ്ങോട്ട് പോകും? നമ്മളാണെങ്കിൽ ചോദിച്ചാൽ, കർത്താവേ, വഴി അടഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, ചെങ്കടലാ മുന്നിൽ, എങ്ങോട്ട് പോകും? നൈൽ നദിയുടെ വെള്ളത്തെ രക്തമാക്കാൻ കഴിയുന്നവന്, ദേശത്തെ തവളകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയുള്ള ദൈവത്തിന്, മിസ്രൈമിലെ സകല കടിഞ്ഞൂലുകളെയും, പക്ഷിതല മൃഗമെന്നല്ല മനുഷ്യനല്ല സകല കടിഞ്ഞൂലുകളെ സംഹരിക്കാൻ കഴിയുന്നവന് ചെങ്കടൽ പിളരുവാൻ കഴിയുകയില്ലയോ? ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഹൃദയത്തിൽ എഴുതി വെച്ചോ ഈ വചനം. ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയാ വെളിപ്പെടാൻ പോകുന്നത് കേട്ടോ. പക്ഷെ കർത്താവ് ഒരു കാര്യം ചെയ്തു. ദൈവാത്മാവ് പറയുന്നു, ഈ വിഷയത്തിൽ ഒത്തിരി വചനം ധ്യാനിക്കുകയും കേൾക്കുകയെല്ലാം ചെയ്തിട്ടുള്ള ദൈവമക്കളായിരിക്കുന്നതാണ്. ഇനി എന്താ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദൈവാത്മാവ് പറയുക, ഇതാ ഒരു പ്രത്യേക കാര്യം പറയാൻ പോവാ കേട്ടോ. മോശയോട് ദൈവം പറഞ്ഞു, വടി അങ്ങോട്ട് നീട്ടാനോ, എന്നിട്ട് കൈ ഒന്ന് നീട്ടാൻ. കയ്യിൽ വടിയുണ്ടേ ദൈവമക്കളെ, ആ വടി കയ്യിൽ ഉയർത്തിക്കോണം. തന്ന അധികാരം കൈ ഉയർത്തുമ്പോൾ തന്നെ അധികാരം കൂടെ ഉയർത്തിക്കോണം. അവകാശമാ കേട്ടോ. വടി എപ്പോഴും കയ്യിൽ കാണണം. വടി എടുത്ത് നിന്റെ കൈ ചെങ്കടലിലേക്ക് നീട്ടുക. ഈ മോശ അങ്ങനെ ചെയ്തു. വടിയും തുറന്നു. അതിനെ വിഭാഗിക്കാനാ മോശയ്ക്ക് ലഭിച്ച അധികാരമുണ്ടല്ലോ. അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. മിസ്രയീമിൽ ബാധകൾ അയച്ചപ്പോൾ മോശയിലൂടെയാ ദൈവം പ്രവർത്തിച്ചത്. ഭവിഷ്യതാലഘടകമാനക്കം. ഞാൻ ദേവദാസിമാരുടെ കർത്താവ് പറയുന്നു,
ദൈവാത്മാവ് നിങ്ങളിലൂടെ ചെയ്തിരിക്കുന്നതായി ചില കാര്യങ്ങളിലൂടെ ആ ശുശ്രൂഷയുടെ ഘട്ടങ്ങളൊക്കെ മാറിപ്പോയി എന്ന് പറയുന്നവരിവിടെ ഇരിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാ, അത് മടങ്ങി വരികയാ കേട്ടോ. ശുശ്രൂഷയുടെ പുതിയ തലം, സൂസനാൻഡി, ശുശ്രൂഷയുടെ പുതിയ തലം മടങ്ങി വരികയാ കേട്ടോ. മേരി റോബർട്ട് എന്ന ഡിവൈസിലെ ആന്റി, ശുശ്രൂഷയുടെ ഒരു പുതിയ തലം മടങ്ങി വരികയാ. പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്തയൊന്ന് മാറ്റിക്കളയണം കേട്ടോ. പ്രാർത്ഥനയിലൂടെ ദൈവിക പദ്ധതി ശക്തമായി വെളിപ്പെടാൻ പോകുക. പ്രാർത്ഥനയിൽ അങ്ങ് തുടങ്ങി പ്രവചനത്തിൽ അവസാനിക്കുന്ന ദൈവിക കൃപ വെളിപ്പെടുകയാ. അവകാശമാക്കിക്കോ. എനിക്കിനി കഴിവില്ലായേ എന്ന് പറയരുത്. ദൈവം വായ തുറക്കാൻ പോകുക കേട്ടോ. പ്രാർത്ഥിച്ച് ബുദ്ധിയിൽ പ്രാർത്ഥിച്ചു എന്ന് തുടങ്ങിയാൽ മതി. ബുദ്ധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മതി. ഏത് വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നുവോ പ്രാർത്ഥിച്ച് കൽപ്പിക്കുവാനും ആ വിഷയത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുവാനുമുള്ള കൃപ വരുന്നാളുകൾ ദൈവാത്മാവ് പ്രാക്ടിക്കലി വെളിപ്പെടുത്താൻ പോകുകയാണെന്ന് കർത്താവ് പറയുന്നു. ഘടകമനഹസ്തുര ദൈവം വഴി തുറന്നപ്പോൾ, ചെങ്കടലിലൂടെ ദൈവം വഴി തുറന്ന സമയത്ത് ദൈവമക്കളെ സംഭവിച്ചെന്ന് നമ്മൾക്ക് നന്നായി അറിയാം. സൺഡേ സ്കൂൾ പ്രായം മുതൽ പഠിക്കുന്നതാ ഓരോ വിഷയങ്ങളും. അവർ പാഞ്ഞെടുത്തപ്പോൾ ഓർക്കണം, സന്ധ്യയായി രാത്രിയായി. ഇവർ അക്കരെ കടന്നു പോകുമ്പോൾ പിന്തുടർന്നു വന്ന പറവോന്യ ശക്തി, ഇതാണ് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്തുടർന്നു വരുന്ന ദൈവശക്തി. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ചില ദൈവമക്കളുണ്ടല്ലോ, കർത്താവിനോട് ചോദിക്കുക, കർത്താവ് വഴി തുറന്ന് കാര്യമൊക്കെ സ്മൂത്തായി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ശത്രു പിന്നാലെ വരിക, അവൻ വിടുന്നില്ലല്ലോ കർത്താവൻ നിലവിളിച്ചോണ്ടിരിക്കുക. ദൈവമക്കളെ, അങ്ങനെ ചിന്തിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുകയാ കേട്ടോ, അവന്റെ അവസാനമാണ്, ഭാരപ്പെടണ്ട, മുന്നോട്ട് പൊക്കോ. ചുവട് പിന്നോട്ട് വെക്കരുത്, മുന്നോട്ട് വെക്കോ. മുന്നോട്ട് തന്നെ ഓടിക്കോ, ധൈര്യമായിട്ട് ഓടിക്കോ, പിന്നോട്ട് നോക്കരുത്. ഭഗവാൻ കടന്നു വരട്ടെ, ഇപ്പോൾ എത്തിപ്പിടിക്കും എന്ന ആ വാദവുമായി ഇപ്പോൾ പിടിച്ചോണ്ട് തിരിച്ചുകൊണ്ട് പോകുമെന്ന് വാദിക്കുന്ന ശത്രു ഉണ്ടല്ലോ, തൊട്ടടുത്തെത്തിയാലും പേടിക്കണ്ടെന്ന് കർത്താവിടെ ഒരു കാര്യം ചെയ്ത്. പുറപ്പാട് 14 25 വാക്യം, 24 25 ഒന്ന് വായിക്കാം. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ സൈന്യത്തെ നോക്കി, മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആമേൻ. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുവെന്ന് ആരാ പറഞ്ഞത്? മിസ്രയീമ്യർ. അവർ യഹോവ എന്ന നാമത്തെ നല്ലപോലെ തിരിച്ചറിഞ്ഞത് ചെങ്കടലിന്റെ നടുവിൽ വെച്ച. യഹോവ ആരാണെന്ന് നന്നായി അവർക്ക് മനസ്സിലായി. യഹോവ തന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണെന്ന് ജാതികൾ അറിയാനിടയായി. അതുപോലെ കർത്താവ് നമ്മളോട് ഇന്ന് രാത്രികാലം പറയുന്നു, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മുടെ ചുറ്റുമുള്ളവരെ ദൈവം അറിയിക്കും. ദൈവം അത് അറിയിക്കാൻ പോവാ കേട്ടോ. ഇവർ പിന്തുടർന്ന് വന്നപ്പോഴേ പ്രഭാതമാകുന്ന സമയത്ത് ദൈവം മിസ്രൈം സൈന്യത്തെ ഒന്ന് നോക്കി. ദൈവം മിസ്രൈം സൈന്യത്തെ നോക്കി, സൈന്യത്തെ താറുമാറാക്കി, അവരെ ചേറിച്ചു കേട്ടോ. ദൈവത്തിന്റെ നോട്ടം ഇടാൻ പോവാ ചിലരുടെ പേരാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവജനത്തെ പീഡിപ്പിക്കുവാനും അവരെ മാനസികമായി പ്രായോഗിക ജീവിതത്തിൽ വളരെ വിഷമിപ്പിക്കുന്ന ചില ജീവിതങ്ങൾ, പരിസരത്തുള്ള ചില ജീവിതങ്ങളാ. ഹൃദയം കലങ്ങുമാറുള്ള സംസാരിക്കുന്ന ചിലരെ അവരുടെ മേൽ ദൈവത്തിന്റെ നോട്ടം വീണിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, വരും ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ പദ്ധതികളെ തെറ്റിക്കും. പറയാൻ വരുന്ന വാക്കുകൾ മറന്നുപോകും കേട്ടോ. ചില വിഷയങ്ങളെ പറയാൻ വരുന്ന, ദുഃഖിപ്പിക്കാൻ വരുന്ന വാക്കുകളുണ്ടല്ലോ, വാക്കുകളെ മറക്കുമെന്ന് കർത്താവ് പറയുന്നു. വാക്കുകളെ തെറ്റിച്ച് കളയും. എന്താണ് പറയാൻ വന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ദൈവാത്മാവ് നോട്ടം വെച്ചിരിക്കുക, കർത്താവ് നോട്ടം വെച്ചിരിക്കുക. ഈ ഫറവോന്യ സൈന്യത്തെ, ഈ മിസ്രയീം സൈന്യത്തെ ദൈവം നോക്കിയപ്പോൾ സൈന്യത്തെ താറുമാറാക്കിയെന്ന് മാത്രമല്ല, 25-ാമത്തെ വചനത്തിൽ
എടുത്തു പറയുന്ന ഒരു കാര്യം, രഥചക്രങ്ങളെ തെറ്റിച്ച ഓട്ടം പ്രയാസമാക്കി. രഥചക്രങ്ങളെ തെറ്റിച്ചു. ഇംഗ്ലീഷിൽ ചില വേർഷൻസിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നുണ്ട്, he took off their chariot wheels so that they drove them with difficulty. took off എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നന്നായി അറിയാം അതിന്റെ ആ രഥചക്രങ്ങളെ ഊരിക്കളഞ്ഞെന്ന്. പിന്തുടർന്ന് വരുന്ന ആ ശത്രു സൈന്യം ഉണ്ടല്ലോ, ഈ രഥചക്രങ്ങൾ ഒന്നൂരി പോയാൽ മതി, ഓട്ടം എത്ര ബദ്ധപ്പാടാ, അതും ചെങ്കടലിന്റെ നടുവിലാ. എന്നിട്ട് ദൈവം ആ തിരകളെ മടക്കി വരത്തി. പരിശുദ്ധാത്മാ പറയുന്ന ഇങ്ങനെയുള്ള ചില പദ്ധതികൾ ദൈവം തന്റെ ജനത്തിന് വേണ്ടി, യെസ്, ആത്മീക മണ്ഡലത്തിൽ തുടങ്ങി ഭൗതിക ജീവിതത്തിൽ വെളിപ്പെടുന്ന ചില പ്രവൃത്തികൾ. ഷൈനി എന്ന ഡിവൈസ്ലെസ് സിസ്റ്ററെ കർത്താവ് കേൾക്കുന്നുണ്ടോ? യെസ്, കർത്താവ് പറയുക, ചില പദ്ധതികൾ മകളെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ശത്രുവിന്റെ ആയുധത്തെ തെച്ചേച്ച് കളയും. ശത്രുവിന്റെ ഒരു ആയുധമുണ്ട് കേട്ടോ, അതിനെ ഞാൻ ഊരിക്കളയാൻ പോവാ. ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയുണ്ടല്ലോ, തികവുള്ളതാ. കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഒരു വഴി ഒരുക്കുന്നുണ്ട്, അത് തികവുള്ളതാ. നിന്റെ പിന്നാലെ വരുന്ന, നിന്നെ മാനസികമായി തളർത്തുന്ന വിഷയങ്ങളെ ഞാൻ തൊടാൻ പോവുകയാണ്. മാനുഷികമായി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം മാനുഷിക നിലവാരത്തിൽ, യെസ്, ആത്മിക നിലവാരത്തിൽ മാത്രമല്ല, നിന്റെ മാനുഷിക നിലവാരത്തിൽ ഞാൻ തൊടാൻ പോകുക. നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ എന്റെ കരം തൊട്ടിരിക്കുക. ഇന്ന് രാത്രി കാല ചിലതിനെ ചിതറിക്കാനുണ്ട്, അത് ചിതറിക്കാൻ പോകുക. അടുത്ത ദിവസങ്ങൾ ചില ശത്രുവിൻ്റെതായ പോരുകൾ ചിതറിപ്പോകുന്നത് കണ്ണിനാലെ കാണും കേട്ടോ. ശത്രുവിന്റെ പോരുകൾ, ഇത് മതിയായില്ല കർത്താവേ, എനിക്ക് എത്രമാത്രമാണെന്ന് പറഞ്ഞ് ഹൃദയം കലങ്ങി കരയുന്ന ഒരു വിഷയമുണ്ടല്ലോ, കർത്താവ് പറയാ, ഞാൻ എന്നെ തൊടുകയാ, ഇന്ന് രാത്രി തൊടുകയാ. വിഷയത്തിന് മറുപടിയായി ഞാൻ തൊടാൻ പോവുകയാ, ഞാൻ തൊടുകയാ, ഇന്ന് രാത്രി തൊടുകയാ. ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അതവിടെ ആ വിഷയം അവിടെ നിൽക്കത്തില്ല, ചിതറും പൊടിയാകും. കർത്താവ് പറയുന്നത്, ഞാൻ പൊടിയാക്കിയ, കാറ്റത്ത് പറന്നു പോകുന്ന പൊടി പോലെ നിന്റെ മുൻപിൽ അത് പർവ്വത സമാനമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അത് സമഭൂമിയായിട്ട് ആ പൊടിയെ ഞാൻ കാറ്റത്ത് പറത്തി കളയും. കർത്താവിന്റെ അള്ളപ്പാടാ. റൂബാല ഭവിഷ്യതാരം മാറുകയില്ല കേട്ടോ. കാത്തിരുന്ന് പ്രാർത്ഥിച്ചോ. തീറാഖാന ദൂരാബാന എന്ന വിഷയത്തിന് ഉത്തരം കിട്ടുമെന്ന് നോക്കിയിരിക്കുക. ചിലര് ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ചിലരത് മറന്നും പോയി. പ്രാർത്ഥനയിൽ ഓർത്തോണേ എന്ന് ചിലരോട് പറഞ്ഞിട്ട് അത് മറന്നും പോയി. ഞാൻ തന്നിച്ചായി പോയല്ലോ പ്രാർത്ഥിക്കാരെന്ന് ചിന്തിക്കുന്ന അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. മുന്നിൽ വന്ന് സന്തോഷത്തോടെ ചിരിച്ച് ഷൈനി സിസ്റ്ററിനോട് പറയുന്നത് കേട്ടോ, മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വിഷയം, അത് പിന്നിൽ നിന്നും യെസ്, ശ്രീഖാന ദുരാഖാന പിന്നിൽ അതിന്റെ നേരെ തിരിച്ചാ പറയുന്ന, ചെവിയിൽ എത്തുന്നുണ്ട് ചില വിഷയങ്ങൾ അല്ലേ. കർത്താവ് ഭയപ്പെടേണ്ട മകളെ, ഞാൻ അത് കൈകാര്യം ചെയ്യാതെ നീ മിണ്ടാതിരുന്നാൽ മതി. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. മിണ്ടാതിരുന്ന ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുക. റൂദാല വംശധാരികം നദി, ഞാൻ ജാതികളെ ഇടയിൽ ഉന്നതനാകും. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. നിനക്ക് വേണ്ടി ഞാൻ ഉന്നതനെന്ന ജാതികളുടെ മധ്യപ്പെടുത്താൻ പോവുക. നീരാബാല അധപതനം എന്നുള്ള ചിന്ത അങ്ങ് വിട്ടുകളകട്ടോ. അധപതനമാണോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന വിഷയമുണ്ടല്ലോ, അങ്ങ് വിട്ടുകള. അധപതനമല്ല, പുരോഗതിയായി. ഇന്നു മുതൽ മുകളിലേക്ക് കയറുന്ന ഒരു ഗോവേട് ഇന്ന് രാത്രി കാലം വെളിപ്പെട്ട് വരുന്നു. ഇന്ന് രാത്രി കാലം ഒരു ഗോവേട് വെളിപ്പെട്ട് വരികയാ. ദൂരന്മാര് ചെയ്യുന്ന ഗോവേടി മകന്റെ പ്രാർത്ഥനയുടെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. ഉത്തരവുമായി എന്റെ ദൂതൻ ഇറങ്ങി വരും കേട്ടോ. നീ ധൈര്യമായിരുന്നു. വരും ദിവസങ്ങൾ അടയാളങ്ങൾ കാണാൻ പോകുക. ഇത് കർത്താവിന്റെ അരുളപ്പാടാ. ധീരബാല വംശധാരികസിയാനന്തരെ വനത്തിലേക്ക് മടങ്ങി വരട്ടെ. സങ്കീർത്തനം 118 15 വാക്യം. സങ്കീർത്തനം 118 15 വാക്യം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ദൈവമക്കളെ, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അപ്പോൾ
ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഇതെപ്പോഴാ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉയരുന്നത്? ദൈവം വീര്യം പ്രവർത്തിക്കുമ്പോഴല്ലേ. നാച്ചുറലി അങ്ങനെ സംഭവിക്കും. ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അല്ലെ സുസ്നാൻഡി, ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമ്മൾ സ്തുതിക്കും, നമ്മൾ ദൈവത്തിന്റെ സ്തോത്രം പാടും, പാട്ടുപാടും, സാക്ഷ്യം പറയും, അല്ലെ ദൈവമക്കളെ? എല്ലാവരുടെയും അനുഭവം ഇതാ. ഒരു കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാ. എന്നാൽ കർത്താവ് ഒരു കാര്യം ചോദിക്കുന്നു. ബിനി സൈമണിന്റെ ഡിവൈസിലെ ആന്റി കേൾക്കാമോ? യെസ്, ഓക്കെ. കർത്താവ് ചോദിക്കുക, എന്റെ ദാസി, നിന്റെ ജീവിതത്തിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം ഉത്തരം ലഭിക്കുന്നതിന് മുൻപേ ഉയർത്തുവാൻ നീ തയ്യാറാണോ? ദൈവ പ്രവൃത്തി ഭവനത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുക. തപ്പെടുത്തോ കേട്ടോ, തപ്പെടുത്തോ. മിരിയാം ചെയ്തതുപോലെ കന്യാകുമാരോട് കൂടെ പാടാനും നൃത്യം ചെയ്യാനും, ആത്മാവിൽ നൃത്യം ചെയ്യുവാൻ, ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ ദൈവം ഒരു തലം കണ്ടിട്ടുണ്ട്. അൽപ്പറ ചുടമന ഹംദരേ, ആത്മാവിൽ ഓ റീബല മണിക്കൂറുകളോളം സന്തോഷിച്ച് ഉല്ലസിച്ച് തന്നെത്താൻ മറന്ന്, താൻ സ്വന്തം അനുഭവങ്ങളെ മറന്നുകൊണ്ട് ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ നൃത്തം ചെയ്യുന്ന, ആത്മാവിൽ കുതിക്കുന്ന ഒരു അനുഭവം കടന്നു വരിക. ദൈവം ഒരു അനുഭവം, ഒരു എൻകൗണ്ടർ, ഒരു ദൈവവുമായിട്ട് ഒരു ഇടപെടൽ, ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എൻകൗണ്ടർ കടന്നു വരുന്നു. ദൂതനുമായിട്ട് യാക്കോബ് മല്ല് പിടിച്ചതുപോലെ ഒരു ആത്മാവിലോ ദൈവത്തിങ്കൽ നിന്ന് പിടിച്ചു വാങ്ങിവാന് ഒരു കുഞ്ഞ് അപ്പന്റെ കയ്യില് ഒരു മുട്ടായോ എന്തെങ്കിലും ഗിഫ്റ്റോ ഇരിക്കുന്നത് കാണുമ്പോഴത്തേന് അപ്പൻ അത് കൊടുക്കാൻ തയ്യാറാ. പക്ഷെ കുഞ്ഞിനങ്ങ് വ്യഗ്രതയാ, എനിക്കിപ്പം തന്നെ വേണം. അത് ക്ഷമയില്ല, പിടിച്ചു പറിക്കുന്നത് പോലെ കർത്താവിന്റെ കയ്യിൽ നിന്ന് തരുവാൻ ഇങ്ങോട്ട് നീട്ടുന്നതിന് മുൻപ് പിടിച്ചു പറിക്കാൻ തയ്യാറാണോ? കർത്താവ് അത് നോക്കിയിരിക്കുക കേട്ടോ. വരും ദിവസങ്ങളിൽ തന്നെ, അടുത്ത ദിവസം തന്നെ ദൈവം നേരിട്ട് ഇടപെടുന്ന ഒരു വിഷയമുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു ഗിഫ്റ്റ് വരികയാ കേട്ടോ. കർത്താവിങ്കിൽ നിന്ന് ഈ ഒരു സ്പെഷ്യൽ അനുഭവത്തിലേക്ക് നടക്കുവാൻ തയ്യാറാണോ? തപ്പെടുത്തോ. മിരിയാം തപ്പെടുത്തത് എപ്പോഴാ? യുദ്ധം, ദൈവ യുദ്ധം ചെയ്തതിന് ശേഷം. എന്ന് വെച്ചാൽ മിസ്രൈമ്യർ ചെങ്കടൽ പട്ടുപോയി ഇവർ അക്കരെ കടന്നതിന് ശേഷമാണ് മിരിയാമും കൂട്ടരും തപ്പെടുത്ത് പാട്ടുകൾ പാടാൻ തുടങ്ങിയത് കേട്ടോ. പക്ഷേ കർത്താവ് തന്നെ ദാസിയോട് പറയുന്നു, ഇപ്പോഴേ വിഷയം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴേ തപ്പെടുത്ത് പാട്ട് പാടാൻ തുടങ്ങിക്കോ, ദൈവപ്രവർത്തി വെളിപ്പെടും. ആമേൻ. ഭവിഷ്യതാരകം സിര. ദൈവമക്കളെ, മിരിയാമിനെ വിഷയം മാത്രമല്ല, ദെബോര പാടിയതും യുദ്ധം കഴിഞ്ഞിട്ടാ. യായേലിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവം യുദ്ധത്തിൽ ജയം കൽപ്പിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഈ ദെബോര പാട്ട് പാടാൻ തുടങ്ങി. ദെബോര പാട്ട് പാടുന്നത് ആ യുദ്ധത്തിന്റെ ചരിത്രം മുഴുവൻ വർണ്ണിച്ചുകൊണ്ടാണ്. അങ്ങനെ പാട്ട് പാടാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവ് പറയുന്നു, യുദ്ധത്തിൽ ജയം തരുമെന്നുള്ള വിശ്വാസത്തോടെ പാട്ടുപാടാൻ തയ്യാറാണോ? ജയം ഇതുവരെയും കണ്ടില്ല കൺമുൻപില്. യുദ്ധത്തിന് ആരംഭമായതേ ഉള്ളൂ. യുദ്ധം മൂർച്ഛിച്ചിരിക്കുന്ന ഒരു അനുഭവമാ. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാത്ത ചില അനുഭവങ്ങൾ. എന്നാൽ ഇപ്പോഴേ പാട്ടുപാടാൻ തയ്യാറാണോ? ബിനു അജു മുംബൈ എന്ന ഡിവൈസിലെ ആന്റി, പരിശുദ്ധാത്മാവ് പറയുകയാ, ഇപ്പോഴേ പാട്ടുപാടാൻ തയ്യാറാണോ? പ്രവചിക്കുവാൻ, ആത്മാവിൽ യുദ്ധഫലം പ്രവചിക്കുവാൻ തയ്യാറാണോ? യുദ്ധത്തിന്റെ പ്രഖ്യാപനം തുടങ്ങി. പക്ഷേ അതിന്റെ ഫലം എന്താകുമെന്ന്, ജയം എന്ന് പറഞ്ഞ് ജയത്തെ കുറിച്ച് പ്രവചിക്കുവാൻ, ആത്മാവിൽ പ്രവചിക്കുവാൻ തയ്യാറാണോ? കർത്താവ് ഇറങ്ങി വന്ന് യുദ്ധത്തിന്റെ ഫലം പ്രഖ്യാപിക്കും. ഭവനത്തിൽ ദൈവം ഇറങ്ങി വരും കേട്ടോ. ഭവനത്തിന് വേണ്ടി ഭവനത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാ. യെസ്, ദൈവപ്രവൃത്തി ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ. ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി തൊട്ട് കഴിഞ്ഞു. ഇന്ന്
ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഇത് യുദ്ധത്തിന് പ്രഖ്യാപനം, ആ ജയത്തിന് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. കർത്താവ് പറയുന്നു, കാഹളം ഊതിക്കൊള്ളുക, ഉറക്കെ കാഹളം ഊതിക്കൊള്ളുക, കാഹളം ഊതിക്കൊള്ളുക. റീബാല റീബല, കൂടെ നിന്ന് ജനം, കൂടെ നിന്ന് ചിലര് യുദ്ധം മൂർച്ഛിച്ചപ്പോൾ ദൂരത്തോട്ട് പോയ ഒരു അനുഭവം ഉണ്ടല്ലോ. അവരെല്ലാം ഈ ജയത്തിൽ, ജയഘോഷത്തിൽ പങ്കുചേരാൻ ഭവനത്തിലേക്ക് വരുമെന്നേ. ചിലർ ഭവനത്തിലേക്ക് ഓടി വരും. ജയത്തിന്റെ അനുഭവത്തിൽ പങ്കാളികളായി തീരാന് അവരെയും കൂട്ടിച്ചേർത്തോണം കേട്ടോ. നിങ്ങൾ എന്റെ കൂടെ യുദ്ധത്തിൽ നിന്നില്ല എന്നൊന്നും പറയരുത്. ചേർത്തോണം, ചേർത്ത് നിർത്തിയോണം. റീബാല, പോർക്കള മേടുകളില് പ്രാണനെ തുരിച്ച നഫ്താലി ഗോത്രം കൂടെയുണ്ട്. പക്ഷെ ദൂരത്ത് മാറി നിന്നവരുണ്ടല്ലോ. റബല വൈഡകര്, ഏറെ ജോലി അന്വേഷിച്ചു പോയവരുണ്ടല്ലോ. ആത്മയുദ്ധത്തിൽ കൂടെ നിൽക്കാത്തവരുണ്ടല്ലോ. കർത്താവ് പറയുന്നു, അവരും വരും കേട്ടോ. സന്തോഷം പങ്കിടാൻ അവരും വരും, കൂടെ ചേർത്തോണം. ദൈവമക്കളെ, ഉയർപ്പിന്റെ ശക്തി ലാസറിന്റെ ഭവനത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം യഹൂദന്മാരും കൂടെ അവിടെ അന്ന് കല്ലറയുടെ മുന്നിൽ വന്നിട്ട് ഓരോന്ന് പറഞ്ഞവരുണ്ടല്ലോ. ഭവനത്തിന്റെ ഉള്ളിൽ കയറി വരും കേട്ടോ. ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടേണ്ട താമസമേ ഉള്ളൂ. സൂസൻ ഷാജി എന്ന ഡിവൈസിലെ ആന്റി പാട്ടുപാടി ആന്റി, കർത്താവ് പറയുകയാ, ജയത്തിന്റെ ശ്രുതി ഭവനത്തിൽ വെളിപ്പെടാൻ പോകുകയാ. ജയത്തിന്റെ കാഹളമൂതാൻ പോകുകയാ. നന്മയ്ക്കായി ഒരടയാളം ദൈവം തരും. അതൊരു അനുഗ്രഹമാകട്ടോ. ഒരു അനുഗ്രഹം തരും. അനുഗ്രഹത്തിന്റെ അതിന്റെ മാധുര്യം ജനവുമായിട്ട് പങ്കിടാൻ തയ്യാറായിക്കോ. കേട്ടോ. ഓരാബാന ശബ്ദരാജ ദീകലഘടക മനകംനിത. കർത്താവ് പറയുന്നു, നവോമിക്കൊരു ചിരി. ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാ. വീരാബാല എന്നെ മാറയെന്ന് പറയണമെന്ന് പറഞ്ഞവളാ പിന്നെ സന്തോഷിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഭാരപ്പെടേണ്ട, വിഷയത്തിന് മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ കേട്ടോ. ദൈവിക പദ്ധതി വെളിപ്പെടാൻ പോകുകയാ. ദേശക്കാർ അറിയത്തക്കവണ്ണം, ചാർച്ചക്കാർ അറിയത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. മോളി രാജൻ എന്ന ഡിവൈസിലെ ആന്റി, കർത്താവ് പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഞാൻ വിളിച്ചു വരുത്തും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഞാൻ വിളിച്ചു വരുത്തും. ചിലർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് മല്ലു പിടിക്കുന്നതുണ്ടല്ലോ. കർത്താവ് കണ്ടിരിക്കുക കേട്ടോ. ആ വിഷയത്തിന് മേൽ ദൈവം ഇന്ന് രാത്രി കാലം പ്രവർത്തിക്കാൻ പോകുകയാ. ചിലരുടെ വഴി കർത്താവ് പറയുന്നു, ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് എന്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടാൻ. മുമ്പും പിമ്പും അടച്ച് എന്റെ കൈ അവരുടെ മേൽ വെച്ചിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടുന്നില്ല എന്ന് പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ ബ്ലോക്ക് ചെയ്ത ചില വിഷയങ്ങളുണ്ട്. ഞാൻ താമസിക്കാതെ അവരുടെ വഴി തുറന്നു വിടും. യഥാസ്ഥാനത്തിന് വേണ്ടി നോക്കിയിരുന്നതാ കേട്ടോ. റെബല പൗണ്ടകരകംനതിര, കുടിയനായ പുത്രൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നതുപോലെ ചിലരുടെ മടങ്ങി വരവുണ്ട് ഭവനത്തിലേക്ക്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഭവനത്തിൽ മാത്രമല്ല, ചാർച്ചക്കാരുടെ ഇടയിലും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ. ദൈവം പ്രവർത്തിക്കും. റീബാല റബല സംബല ചുടബല വൈഡാ ഉറബല വൈഡകലഗതികല. കർത്താവ് പറയുന്നു, ചിലരെ ഞാൻ കൂട്ടി വരുത്തും കേട്ടോ. തീരാബാല വൈഡകര കംജതിരബല വൈഡാ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ചിലരെ ഞാൻ കൂട്ടി വരുത്തും. പ്രാർത്ഥനയ്ക്കുള്ള ദാഹത്തോടെ കടന്നു വരും. ഫോൺ കോൾസ് ഒന്നും നിരസിക്കരുത്. നിന്നിച്ചവർ തന്നെ വിളിച്ച് ഫോൺ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഫോണിലൂടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറയും കേട്ടോ. ദിനകാല ദീനശത രഗനക സന്തരെ ഒറ്റപ്പെടുത്തിയല്ലേ, ഭാരപ്പെടണ്ട. കൂടെ നിൽക്കുന്നത് അഭിമാനമാന്ന് പറഞ്ഞ് ചിലരൊന്ന് വരും കേട്ടോ. ഇവർ കൂടെ നിൽക്കുന്നത് തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് ഞങ്ങൾക്കൊരു അഭിമാനമായെന്ന് പറഞ്ഞു. ഒരു അഭിമാന വിഷയമായി പേര് പോലും അഭിമാനത്തോടെ പേര് വിളിച്ചു പറയുന്ന സമയം വരുന്നത് കേട്ടോ. പ്രാർത്ഥിക്കണം. ഈ വിഷയത്തിൽ ദൈവത്തോട് പറയണം. വേഗത്തിൽ അത് വെളിപ്പെടാൻ പോകുക. ദൂരാബാല വൈഡകരക. കർത്താവ് വീണ്ടും ദൈവമക്കളെ ചോദിക്കുക, യുദ്ധം അവസാനിക്കും മുമ്പ്
നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ ആരാധിക്കുവാൻ തയ്യാറാണോ? പാടുവാൻ തയ്യാറാണോ? ജയഗീതമാ പാടേണ്ടത്. നമുക്ക് വായിക്കാം 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 20-ന്റെ 21, 22 വാക്യങ്ങൾ. ആരെങ്കിലും വായിക്കാമോ? പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിസ്തലങ്കാരം ധരിച്ച് സൈന്യത്തിനു മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോര്യരോടും മോവാബരുടെയും സെയിൻ പർവ്വതക്കാരെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. ആമേൻ. അങ്ങനെ അവർ തോറ്റുപോയി അല്ലേ? ആമേൻ. ഈ യുദ്ധമുറയാ ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. തയ്യാറാണോ? ഈ യുദ്ധമുറയാ കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത് ഏറ്റെടുക്കാനാ. യഹോശാഫാത്ത് ചെയ്ത കാര്യം, യഹോശാഫാത്തും കൂട്ടരും ചെയ്ത കാര്യം ഇന്നത്തെ ആത്മീക ഗോളത്തിൽ 21 ഇത് BC-യാ. ഓർക്കണേ, പഴയ നിയമ കാലമാ. യേശുവിന്റെ കാലം വന്നിട്ടില്ല, അപ്പോൾ സഭയുടെ കാലം വന്നിട്ടില്ല. അന്ന് ജയം തന്ന ദൈവം ഇന്നും ജയം തരാൻ ശക്തനാകട്ടോ. ഓർക്കണേ, ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ആത്മീക ഗോളത്തിൽ പോലും ഈ ഒരു യുദ്ധമുറ ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായിരിക്കാത്ത സമയത്താ കർത്താവ് ഇന്ന് രാത്രി തന്റെ ജനത്തോട് ചോദിക്കുകയാ. കൺമുൻപിൽ യുദ്ധം കണ്ടിട്ടും ഒന്നല്ല, അതിന്റെ ശ്രുതി കേട്ടിട്ടും 3 കൂട്ടരാ വരുന്ന, ഒരു കൂട്ടരല്ല, 3 കൂട്ടർ. വിവിധ ദിശകളിൽ നിന്നും വിവിധ കൂട്ടർ ഒന്നിച്ച് കടന്നു വരുന്ന സമയത്ത് 3 മടങ്ങ് പ്രതികൂലമാണ് വർദ്ധിച്ചിരിക്കുന്നത്. പല ദിശകളിൽ നിന്ന് കടന്നു വരുന്ന പ്രതികൂലം. അതിന്റെ നടുവിൽ പാടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവമക്കളെ തയ്യാറാണോ? യഹോശാഫാത്തിന് ദൈവം ജയം കൽപ്പിച്ചതുപോലെ അസാധാരണമായ ജയം ദൈവം തരുവാൻ ശക്തൻ തന്നെ. ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി എന്റെ ജീവിതത്തിലുള്ള ഒരു അടയാളം, ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വിഷയമൊന്നും ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ദൈവം തന്ന വിജയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനാ. ഞങ്ങൾ ഡൽഹിയിലായിരുന്നപ്പോൾ സംഭവിച്ച ഒരു വിഷയമാ, സഭയിലുള്ള ഒരു വിഷയത്തെ തന്നെയാ. ദൈവാത്മാവ് അതിൽ പ്രവർത്തിച്ചത് വീരപ്രവൃത്തിയാകട്ടോ. അൽബറ ചുടമാന ഹംസുര ലഭശാന്തരെ ഘടകമന ഹംസുര ലഭശാന്തലെ. ചുരുക്കത്തിൽ പറയട്ടെ, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു ഡിസ്കഷൻ, അത് റീജിയൻ വരെ പോകുന്നു. എന്നാൽ വിഷയം റീജിയൻ വരെ പോകുമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ചുരുക്കം ചിലർ, ദൈവഹിതമില്ലാത്ത ഒരു വിഷയമാ, ചുരുക്കം ചിലർ ദൈവസേനയിൽ മുട്ടുകുത്തി. കർത്താവ് അങ്ങനെ പ്രേരിപ്പിച്ചു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവിടെ ഡിസ്കഷൻ നടക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ആത്മാവ് ബാബേൽ അവിടെ സംഭവിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ, ഭാഷകലക്കി. ആര് എന്ത് പറയാനിരുന്നു, വാക്കുകളെ ദൈവം അങ്ങ് തെറ്റിച്ചു. വിഷയം അവിടെ കെട്ടടങ്ങി. നാണം കെട്ടവർ തിരിച്ചു വന്നു. ദൈവമക്കളെ, ആത്മീക കോളത്തിൽ ഇത് സംഭവിക്കും കേട്ടോ. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. വിഷയം പ്രയാസകരമായി തീരുമെന്നും കലക്കം വരുമെന്നും അറിഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ ദൈവ മക്കളെ ഉദ്യമിപ്പിച്ച പരിശുദ്ധാത്മാവ് ദൈവസന്നിധി ഇരുത്തി 6-7 പേരുടെ ഒരു കൊച്ചുകൂട്ടം സഹോദരിമാര് ഞങ്ങളുടെ മുറിക്കകത്ത് സംഭവിച്ചതായ വിഷയം, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്ന സമയത്ത് ഫോൺ കോൾ വരുന്നു, വിഷയം ദൈവം സോൾവ് ചെയ്തെന്ന. ആമേൻ.
ദൈവമക്കളെ ഭാരപ്പെടണ്ട കേട്ടോ. ചില വിഷയങ്ങളെ നോക്കി ദൈവമക്കൾ ഹൃദയം കലങ്ങിയിരിക്കുവാണോ? മുത്തുമേലിരുന്നു. കർത്താവ് ആ വിഷയത്തിൽ ജയം തരാൻ പോവാ. ദൈവം ആ വിഷയത്തിൽ ജയം തരാൻ പോവാ കേട്ടോ. കലങ്ങി മറിയുന്ന യോർദാനെ തന്നെ നേരിടാൻ ദൈവം തന്റെ ജനത്തോട് പറയുന്ന സമയങ്ങളുണ്ട്. അത് കലങ്ങി മറിയുക, അത് കരകവിഞ്ഞൊഴുകിയാണെന്ന് കണ്ടുകൊണ്ട് തന്നെ ആ പ്രതികൂലത്തെ നേരിടുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചാൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. കർത്താവിനോട് എന്തിനാ കർത്താവേ എന്ന് ചോദിക്കല്ലേ കേട്ടോ. എന്തിനാ കർത്താവേ എന്ന് ചോദിക്കരുത്. ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ട് അതിനെ നേരിടാൻ പറയുന്നത് കേട്ടോ. നമ്മൾ പ്രതികൂലമാണ്, നമ്മൾക്കത് നേരിടാൻ കഴിയത്തില്ല. നമ്മുടെ കഴിവിനപ്പുറത്താണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ. ചില വിഷയങ്ങൾ കർത്താവ് പറയും നേരെ പോകാൻ. കാലെടുത്ത് വെച്ചാൽ മതി, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വാസത്തോടെ ചുവടെടുത്ത് വെച്ചാൽ യോർദാൻ വഴി മാറിത്തരുമെന്നാൽ പെട്ടകം ചുമലിൽ വേണമെന്നുള്ള ഒരു കണ്ടീഷനാ, ഒരു വ്യവസ്ഥയാ. പെട്ടകമുണ്ടോ ചുമലിൽ? ചുവടെടുത്ത് വെച്ചോ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. കർത്താവ് പറയുക അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരും ദിവസങ്ങളിലെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന, ഈ മീറ്റിംഗിലായിരിക്കുന്ന ചില ദൈവമക്കളെ ദൈവം അഭിമുഖീകരിക്കാൻ ദൈവാത്മാവ് കൊണ്ടുപോകും. പേടിക്കാനല്ല, ദൈവം ജയം തരാൻ പോകുകയെന്നാ പറയുന്നത്. ദൈവം ജയം തരാൻ പോകുക. സുജാ തോമസ് എന്ന ഡിവൈസിലെ ആന്റി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി അസാധാരണമായി വെളിപ്പെടാൻ പോകുക കേട്ടോ. ധൈര്യത്തോടെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കണം. പ്രതികൂലം കൂടിയെന്ന് കാണുമ്പോൾ അതിനെ തരണം ചെയ്യുന്ന ആത്മശക്തി ഈ ദിവസങ്ങളിൽ പ്രാപിച്ചു കൊള്ളുക. ദൈവത്തിൽ മുട്ടുമേലിരുന്നു. ദൈവം യോർദാനെ കാണിച്ചു തരും, പക്ഷെ യോർദാനെ വഴി മാറ്റി അതിൻ്റെതായ ഒഴുക്കിനെ നിർത്തിയിട്ട് ദൈവദാസി ഉണങ്ങിയ നിലത്തൂടെ കടന്നു പോകുമെന്ന് കർത്താവ് ഇന്ന് രാത്രികാലം ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് യോർദാനെ കാണുമ്പോൾ ഭ്രമിക്കരുത്. അത് ഞാൻ നിൽക്കുന്ന സ്ഥലം എന്നെയും കൂടെ മൂക്കിക്കളയും ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞ് ഭ്രമിക്കരുത്. ദൈവാത്മാവ് പറയുന്നു അത് വഴി മാറി തരാൻ ഞാൻ കൽപ്പിച്ചു കഴിഞ്ഞു. വഴി മാറി തരാന്. തടസ്സങ്ങളെ ഞാൻ നീക്കം ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ തടസ്സങ്ങളെ കാണുമ്പോൾ ഭ്രമിക്കരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. അതെ, വ്യക്തി ജീവിതത്തിന്റെ സുജാനിക്ക് മാത്രമല്ല, പരിസരത്ത് ചിലരുണ്ട്, അനുഗമിക്കുന്ന കൂടെ നിൽക്കുന്ന ചിലരുണ്ട്, അവർക്ക് കൂടെ വിടുതലാകട്ടോ. ധൈര്യമായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോക്കോ. വചനത്തിലേക്ക് മടങ്ങി വരട്ടെ ദൈവമക്കളെ. പ്രാർത്ഥനയിലും ആരാധനയിലും സന്തോഷിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില അടയാളങ്ങൾ പുതിയ നിയമത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ഇടപെടൽ നോക്കണേ. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. സാധാരണ പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയോടുകൂടി സ്തുതിയും കൂടെ വേണം കേട്ടോ, ആരാധനയും കൂടെ വേണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ കർത്താവ് സ്പഷ്ടമായി പറയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പ്രാർത്ഥന ഡൈവേർട്ട് ആയിട്ട് അത് സ്തുതിയിലേക്ക് വരുന്നുവെങ്കിൽ, അവിടെ ആരാധനയിലേക്ക് വരുന്നുവെങ്കിൽ വിശ്വസിച്ചു കൊള്ളണം, അവിടെ അത്ഭുത വിടുതലിന് വേണ്ടിയാ ദൈവാത്മാവ് നയിക്കുക. അങ്ങ് വിട്ടുകൊടുത്തോണം കേട്ടോ. അബിയ TS എന്ന ഡിവൈസിലെ ആന്റിയോട് കേൾക്കുന്നുണ്ടോ ആന്റി? അബിയ TS TB അല്ലെ, TB. ആ ഡിവൈസ് ആന്റി കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ടോ? കൈയൊന്ന് ഉയർത്തി കാണിച്ചേ കേൾക്കുന്നുണ്ടെങ്കിൽ. അബിയ, ഓക്കെ. ആന്റിയോട് ദൈവാത്മാവ് പറയുകയാ, പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിയിലേക്കും ആരാധനയിലേക്കും ദൈവാത്മാവ് നയിക്കാൻ ആഗ്രഹിക്കുകയാ. അപ്പോൾ വിചാരിച്ചോണം, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ജയമാ വിടുതലാ. പ്രാർത്ഥിച്ചോണം കേട്ടോ.
പ്രാർത്ഥിച്ചോടാം. ദൈവാത്മാവ് നയിക്കുമ്പോൾ നാവിനെ അങ്ങ് വിട്ടുകൊടുത്തോടാം. ഇവിടെ ഇരിക്കുന്ന വേറെ ചില ഡിവൈസുകളെ നോക്കി കർത്താവ് പറയുന്നു, ദൈവദാസിമാരെ, ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ചിലർ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ പാട്ട് വരും, ചിലപ്പോൾ ആരാധന വരും, ചിലപ്പോൾ അന്യഭാഷയിൽ ആരാധിക്കാനായിട്ട് തോന്നും. വിട്ടുകൊടുത്തോളം കേട്ടോ. ഏത് വിഷയത്തിന്മേലാ പ്രാർത്ഥിക്കാൻ ഇരുന്നത്, അതിന്മേൽ ജയമ. മിനി സൈമൺ സോമോൻ എന്റെ ഡിവൈസിലെ ആന്റിയോട് ദൈവാത്മാവ് പറയുന്നു, ആരാധനയിലേക്ക് ദൈവം നയിക്കാൻ പ്രാർത്ഥനയുടെ ഇടയിലായിരിക്കും. അന്യഭാഷയിൽ ആരാധിക്കാൻ ദൈവാത്മാവ് നയിക്കുമ്പോൾ നാവിനെ അങ്ങ് വിട്ടുകൊടുത്തോണം. പ്രാർത്ഥനയിലേക്ക്, ബുദ്ധിയുടെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരരുത്. എത്രത്തോളം നേരം ദൈവാത്മാവ് നയിക്കുന്നുവോ അത് ജയത്തിന് വേണ്ടി കർത്താവ് ഒരു താക്കോൽ കൂട്ട് തരിക. ദൈവദാസിക്ക് കർത്താവ് ഒരു താക്കോൽ കൂട്ട് തരിക കേട്ടോ. പ്രാർത്ഥനയുടെ വിഷയം, ഏത് വിഷയം വന്നാലും അത് ഉത്തരത്തിന് വേണ്ടിയുള്ള താക്കോൽ കൂട്ട, വാതിൽ തുറക്കാനുള്ള അധികാരമാ ദൈവം തന്നിരിക്കുന്നത്. അതിൽ സ്തുതി വേണം, ആരാധന വേണം. ഇത് കർത്താവിന്റെ അരുളപ്പാട്. വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവർ ചൂടാമാന കംസുരല വശാന്തരേ പൗഡാരകന ഹംദൽ ജീവസ്തൂരക ലിഗസ്തുന ധൂപാരകന്തരേ ചിബല വശന്തല. പാട്ട് പാടി ആൻറ്റി, സൂസനാൻറ്റി. ദൈവാത്മാവ് പറയുക, ആരാധിക്കുമ്പോഴുണ്ടല്ലോ ചില കെട്ടുകൾ അഴിയുന്നുണ്ട്, ചില കെട്ടുകൾ അറിയുന്നുണ്ട്. പാട്ടിന്റെ കൂടെ ആരാധിക്കുമ്പോഴുണ്ടല്ലോ ഭൂമി ഇളകിയാ കേട്ടോ. അടിസ്ഥാനങ്ങൾ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിയാന്ന് കർത്താവ് പറയുന്നു. വെറുതെ അല്ല. ആ സൗണ്ടിൽ ആരാധന വെളിപ്പെടുമ്പോഴുണ്ടല്ലോ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല, ചില ജയിലറകളെ തുറക്കുകയാണെന്ന്. ജയിലറകൾ തുറക്കുകയാ ഇന്ന് രാത്രികാലവും. ജയിലിന്റെ വാതിൽ തുറന്നിരിക്കുകയോ, ചിലരുടെ കെട്ടുകൾ അഴിഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, വിശ്വസിക്കാൻ നിങ്ങൾ എത്രത്തോളം ആരാധനയ്ക്ക് വേണ്ടി ശരീരത്തെ വിട്ടുകൊടുക്കുന്നു, മനസ്സിനെ നാവിനെ വിട്ടുകൊടുക്കുന്നു. വാതിലുകൾ അടഞ്ഞിരിക്കുന്നുവെങ്കിൽ തുറക്കും. നമ്മൾ കൺമുൻപിൽ കാണുന്നത് പിന്നീടാ, പക്ഷെ അത് തുറക്കും. ഓൺ ദ സ്പോട്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഉറപ്പോടെ വാഗ്ദത്തം തരിക, അപ്പോൾ അഴിഞ്ഞിരിക്കും, അപ്പോൾ അഴിഞ്ഞിരിക്കും. അതെ, നമ്മുടെ വിഷയത്തിന് മാത്രമല്ല, ഏതെല്ലാം വിഷയത്തിൽ ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന അഞ്ചോട് പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തം ഇന്ന് രാത്രികാലം തരികയാ. ആരാധന ഇതിലും ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ട ഒരു തലം. ദൈവാത്മാവ് പറയുന്നു, ആരാധന ഇതിലും ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങും. എല്ലാവരെയും ഒന്നും വിട്ടുകൊടുക്കട്ടെ. എല്ലാവരും അല്പസമയം ആരാധനയ്ക്കായി വിട്ടുകൊടുക്കട്ടെ. നിങ്ങളൊക്കെ എങ്ങനെയാ ടൈം മാനേജ് ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയുന്നില്ല എങ്കിലോ കർത്താവ് ഒരു നിയോഗം തരികയാ. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി അല്പം എക്സ്ട്രാ ടൈം എടുക്കാമോ? കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേലെല്ലാം എന്റെ മുദ്ര പതിക്കും, എന്റെ ഉത്തരം അപ്രൂവൽ വരും കേട്ടോ. സ്വർഗത്തിൽ നിന്ന് ചെങ്കോൽ നീട്ടപ്പെടും. അതിന് മേൽ ചുരുക്ക സമയം, 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് ദൈവാത്മാവ് എങ്ങനെ നയിക്കുന്നു? ആരാധനയ്ക്ക് വേണ്ടി മാത്രം. പാട്ട് പാടുമ്പോൾ നമ്മൾ ആരാധിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ ഒരു അല്പം കൂടെ സമയം ഒന്ന് നീട്ടിക്കൊണ്ട് പോകാമോ? അർദ്ധരാത്രിയിലായി ഈ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചതാ. ആ പരിസരത്തുള്ളവര് കേട്ടോണ്ടിരുന്നല്ലേ, ആ ജയിലിലുള്ളവരെ, ബാക്കി തടവുകാരൊക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. അൽബാര ഭവിഷ്യതാരകന്ധരെ പാട്ട് പാടിയ സൂസനാന്റി അങ്ങ് ആരാധിച്ചോണ്ടിരിക്കോ. കൂടെയുള്ള ദൈവദാസിമാരെ അങ്ങ് ആരാധിച്ചോ. അങ്ങ് ഒതുങ്ങി പോകരുത്. ദൈവാത്മാവ് സകലരെയും നോക്കി പറയുക, ആരാധനയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കുന്നേ. ഇത് ഒരു പ്രേയർ വാരിയേഴ്സിന്റെ ഗ്രൂപ്പാ കേട്ടോ. പ്രാർത്ഥന വീരകളുടെ ഒരു ഗ്രൂപ്പാ, മറന്നു പോകരുത്. ഇതിലൂടെ അസാധാരണമായി ദൈവപ്രവൃത്തി പുറത്താ വെളിപ്പെടാൻ പോകുന്നത്. നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഉണ്ടല്ലോ, ഇതിൽ നിന്നും പ്രാർത്ഥനയുടെ ഉത്തരമായി എന്നുള്ള സാക്ഷ്യങ്ങൾ പുറത്തു നിന്നാ കടന്നു വരാൻ പോകുന്നത്. പുറത്തു നിന്ന് ചില സാക്ഷ്യങ്ങൾ കേൾക്കും കേട്ടോ. നിങ്ങൾ പ്രാർത്ഥന ചങ്ങൽ പൊട്ടിയവരെ, വാതിൽ തുറക്കപ്പെട്ടവരൊന്ന് സാക്ഷ്യം പറയുവാനുണ്ടെന്നേ. അവർക്കും കൂടെ വേണ്ടി ഈ പ്ലാറ്റ്ഫോം തുറന്നു വെക്കണേ. അവര് താമസിക്കാതെ വരും. ഒരു ജയിൽ പ്രമാണി വരും, ജയിലറി വരും. ദൈവജനത്തെ ആത്മാവിൽ ഞെരുക്കുന്ന പൈശാചിക പോര്, പൈശാചികം നയിക്കുന്ന ചിലർക്ക് വിടുതലുണ്ടായിട്ട് അവർ കടന്നു വരും. ദൈവമക്കളെ ആരാധിക്കുവാൻ അനുവദിക്കാതെ ഒതുക്കി നിൽക്കുന്ന, ദേശാന്തര ബന്ധനം നയിക്കുന്നതായി ചില, അങ്ങനെ ശത്രു ഇടപെടുന്ന ചില ജീവിതങ്ങളെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരും.
പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോവുക. ദൈവമക്കളെ, ഇന്ന് തന്നെ സാധാരണമായ ഒരു ജയം കർത്താവ് കൽപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. വരും ദിവസങ്ങൾ അതിന്റെ അടയാളങ്ങൾ കാണാൻ പോവുക. എന്റെ സമയം കഴിയുന്നു. ഞാൻ ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ടുണ്ട്, വാക്കുകളെ ഇവിടെ നിർത്താൻ പോവുകയാണ് കേട്ടോ. നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേൻ. വിരോധ കൽപ്പന പുറപ്പെട്ടിരിക്കുന്ന സമയത്ത് ദാനിയേലിന് വാശി, ഞാൻ ചെയ്തത്, ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും, അവൻ ചെയ്തു വന്നതുപോലെ. അപ്പോൾ വാശിയല്ലേ? എതിരായിട്ട് കൽപ്പന പുറപ്പെടുമ്പോഴത്തേനും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതെ, അത് എന്നെ ചെയ്യത്തുള്ളൂ. ദൈവമക്കളെ, നീ പ്രാർത്ഥിക്കരുതെന്ന് ശത്രു നമ്മളോട് പറഞ്ഞാൽ അതാണോ കേൾക്കുന്നത്? ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണോ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യരുത് എന്ന് ദേശം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ദേശം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാലോ ആ ഒരു അനുഭവത്തെയാണ് നമ്മൾ നോക്കുന്നത്. കർത്താവ് തന്ന അധികാരത്തെയാണ് നോക്കുന്നത്. ഈ ദാനിയേൽ എന്താ ചെയ്തത്? മാളിക മുറിയിൽ കയറി എന്നെ കിളിവാതിൽ അങ്ങ് തുറന്നിട്ടു. ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ തനിക്ക് കാര്യമല്ല. പ്രാർത്ഥനയുടെ ശക്തി കൂട്ടിക്കോ ദൈവമക്കളെ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ദാനിയേൽ വിരോധ കൽപ്പന നിലനിൽക്കെ അവൻ മാളിക മുറിയിൽ കയറി കിളിവാതിൽ തുറന്ന് കിടന്നിരുന്നു. അടയ്ക്കാൻ പോയില്ല. പ്രാർത്ഥനയെ അതിന് വെക്കരുത്. പരിശുദ്ധാത്മാവ് എടുത്തെടുത്ത് പറയുക. ഓ റബല ഹന്തലേ, കർത്താവ് പറയുക, അതിന് വെക്കരുത്. പ്രാർത്ഥനയെ അതിന് വെക്കുവാനുള്ള പൗഡിരി കംസരേ, ശത്രുവിന്റെ പോരുകൾ ഉയർന്നു വന്നാലും അതിന് വെക്കരുത്. സാലി ജെയിംസ് എന്ന ഡിവൈസ്ലി ആന്റി, പ്രാർത്ഥനയെ ദൈവം നീട്ടിക്കൊണ്ടു പോകാൻ പോവാ കേട്ടോ. പ്രാർത്ഥനയുണ്ടല്ലോ, ഇതുവരെയും പ്രാർത്ഥിച്ച ലെവലല്ല, നീട്ടിക്കൊണ്ടു പോകും. പുതിയ വിഷയങ്ങളെ ദൈവം നാവിൽ തരും. ഒതുക്കി കളയാൻ നോക്കരുത്. സമയം ദൈവാത്മാവ് തന്നെ നിയന്ത്രിച്ചോളാം. അവസ്ഥകളെ എല്ലാം കർത്താവ് തന്നെ നിയന്ത്രിച്ചോളാം. എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നതെന്ന് ചോദ്യങ്ങൾ ഉയർന്നാലും ഭാരപ്പെടരുത്. ദാനിയേൽ ചെയ്തതുപോലെ അവൻ മുറ്റിന്മേലിരുന്ന് അവൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്തിനാ സ്തോത്രം ചെയ്യേണ്ടതെന്നറിയാമോ? ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. Now when Daniel learned that the decree has been published, കൽപ്പന പുറപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ട്, he went home to his upstairs room where the windows opened towards Jerusalem. 3 times a day he got down on his knees and prayed, giving thanks to his God, just as he has done before. അവൻ മുൻപേ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുക മാത്രമല്ല, തന്റെ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. മുൻപേ ചെയ്യുന്നത് ഒരു പ്രാക്ടീസായത്, അതും 3 പ്രാവശ്യം. ഇംഗ്ലീഷിൽ വേറെ ഒരു വേർഷനിൽ പറയുന്നുണ്ട് 3 times a day എന്ന് പറയുമ്പോൾ, ഒരു പ്രത്യേക വേർഷനിൽ പറയുന്നത് 3 times that day. ആ ദിവസം രാജാവ് എന്ത് കൽപ്പിച്ചാലും വേണ്ടില്ല, ആ ദിവസം ഞാൻ ചെയ്തു വന്നത് പോലെ 3 പ്രാവശ്യം ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ നന്ദി പറയും, സ്തോത്രം ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കും. ഇതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. ദേശത്തെ വിരോധ ശക്തികൾ ആത്മീക ഗോളത്തിൽ, ആത്മീക മണ്ഡലത്തിൽ നമ്മുടെ ആത്മാവിനോട് പോരാടുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന ശക്തികളെ എതിർക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ രഞ്ജത്തേക്ക് തിരിച്ചു വരികയാണെന്ന് തോന്നുമ്പോൾ, ദൈവ മക്കളെ പ്രാർത്ഥന നിർത്തരുത്, ആരാധന നിർത്തരുത്, ദൈവത്തെ സ്തുതിക്കുന്നത് നിർത്തരുത്. പ്രതികൂലമേറെ വരുമ്പോൾ അവിടെ നമ്മൾ സ്തുതിക്കുന്നുവെങ്കിൽ, യഹോശാഫാത്തിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ ദൈവം തന്നെ പതിയിരിപ്പുകാരെ അയക്കും, ദൈവം തന്നെ ഇറങ്ങുമെന്ന് പ്രവർത്തിക്കും. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മൾക്ക് വാഗ്ദത്തം തരുന്നു, നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം. നമ്മളുടെ വാഴ്ന്ന് തുറക്കാൻ വെയിറ്റ് ചെയ്യുകയാ. ദൈവാത്മാവ് പറയുന്നു, നമ്മൾ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നമ്മൾ തന്നെ വിട്ടുകൊടുത്താൽ
ദൈവം പ്രവർത്തിക്കേണ്ട മേഖലകൾ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. മാത്രമല്ല, വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ മുൻപിൽ നമ്മുടെ തല ഉയർത്തുക മാത്രമല്ല, നമ്മളിലൂടെ ചിലരെ വിടുവിച്ചെടുക്കാൻ കർത്താവ് നിയോഗിക്കും കേട്ടോ. ഈ പൗലോസ് ശീലാസ് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, സ്തുതിച്ചപ്പോൾ, കാരാഗ്രഹത്തിൽ കിടന്നവരുടെ ചങ്ങലകൾ അഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒരു കാരാഗ്രഹ പ്രമാണിയും കുടുംബവും അന്ന് വിടുവിക്കപ്പെട്ടതുപോലെ ആര് നമ്മൾക്കെതിരായി എഴുന്നേൽക്കുന്നു, ആരിലൂടെ ശത്രു പ്രവർത്തിക്കുന്നു, അവരുടെ വിടുതൽ നമ്മുടെ കയ്യാൽ ദൈവാത്മാവ് ചെയ്തെടുക്കും കേട്ടോ. നമ്മളെ അതിനു വേണ്ടി മുഖാന്തരമാക്കി എടുക്കും. ഈ ദിവസങ്ങൾ ദൈവസ്ഥലിൽ നമ്മളെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ദീപാര ന്യൂഡാമാന കംസുരാല ബശ്യാംദലേ ദുരബാല ബശ്യാംദരേ ദിബാല ഗൈഡകാരികന്തലേ ചൂഡാമാന ഹന്തരേ. പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മളിലൂടെ ചിലരെ ദീപാരഹസ്തുന വിടുവിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. എന്റെ ഒരു രേഖ എന്ന ഡിവൈസില് അവര് ഇതിനകത്തുണ്ടോ? റേഖാനെതിര വശ്യാംദലേ റിബാല വൈഡകരകസിയാന ഉണ്ടെങ്കിൽ കൈയൊന്ന് പൊക്കാമോ? വീഡിയോയിലൊന്ന് വരാമോ? രേഖ. ഓക്കെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. റീബാല ഔഷധാല ഘടകമാനകം. സിസ്റ്റർ ഈ ഡിവൈസിനെ ഒന്ന് സൂം ചെയ്യാമോ? രേഖ എന്ന ഡിവൈസിലെ സിസ്റ്റർ ഒന്ന് സൂം ചെയ്യാമോ? എനിക്ക് കാണാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണ്, സോറി. ഓക്കെ, താങ്ക് യു സോ മച്ച്. സിസ്റ്റർ, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാ ഈ ദിവസങ്ങളിൽ. ധീരബാല വൈഡക എന്ന സന്നിധിയിൽ ഐഡരഹംദര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ മേല ഒരു വിഷയത്തിൽ എന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിന്റെ സന്തോഷം പൂർണ്ണമാകുന്നതിന് മുൻപ് അതിനെ തന്നെ കുരുക്കിയിട്ട് ആ വിഷയത്തെ ചിതറിക്കുന്ന വൈശാചിക പോരുകൾ, മകളെ, നിന്നെ ചുറ്റും നിന്ന് വാടകോരി നിനക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ഇന്ന് രാത്രിക്കാണ് ഞാൻ നിനക്കൊരു അടയാളം ഞാൻ നിനക്ക് തരാൻ പോകുകയാണ്. വരും ദിവസങ്ങളിൽ നീ നേരിടുന്നതായ ശത്രുവിന്റെ പോരുകള് അന്ധത പിടിച്ച് മടങ്ങി പോകുന്നതായ അനുഭവം നിന്റെ കണ്ണിനാൽ നീ കാണാൻ പോവുകയാ. വിശ്വസിക്കുന്നു? ഇത് ഏലീശായെ പിടിക്കാൻ വന്ന ആരാമ്യ സൈന്യത്തിന് അന്ധത സംഭവിച്ചതുപോലെ, ലജ്ജിതരായി പട്ടണത്തിലേക്ക് മടങ്ങി പോയതുപോലെ ശത്രുവിന്റെ പോരുകൾ ലജ്ജിതരായ പോരുകൾ ഒന്ന് മാറി പല വേഷമടിഞ്ഞ നേരിടുന്ന അനുഭവം പല വേഷത്തിലാ കടന്നു വരുന്നത്. ഒന്നിച്ചും ഒറ്റയ്ക്കും ഒക്കെ വന്ന നേരിടുകയല്ലേ. മുൻപിൽ വഴിയണഞ്ഞിരിക്കുന്ന, എവിടെ നോക്കിയാലും വാടകോരിയിരിക്കുന്ന അനുഭവമാ. ചുറ്റും സറൗണ്ട് ചെയ്തിരിക്കുക, ചുറ്റി നിൽക്കുകയാ. എങ്ങോട്ട് തിരിഞ്ഞാലും രക്ഷയില്ല, പിന്നെ പിടിച്ചോളാമെന്ന് പറയുന്ന ശത്രുവിന്റെ പോരുകള്. എന്നാൽ കർത്താവ് പറയുന്നു, ആത്മാവിന്റെ കണ്ണൊന്ന് തുറന്നേ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ ദൂതഗണങ്ങളെ കാവലായി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ക്ഷത്രീല ഹൗസ്ട്രോനിയൻ സാറിക്കേ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്ന ശത്രുവിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ നിനക്ക് ഞാൻ കാണിച്ചു തരാൻ പോയി എന്റെ പ്രൊട്ടക്ഷൻ, എന്റെ ഫലം എന്താണ്. ധാരകം ജലാധുവനം ഉണ്ടകരകം നദീരവ. കർത്താവ് പറയുന്ന ശരീരത്തോടുള്ള പോരാട്ടം. പ്രതീക്ഷിക്കാത്തതായ ചില പോരുകളെ മുൻപിൽ വരുന്നത്. ഭാരപ്പെടേണ്ടതെല്ലാം ഒഴിഞ്ഞു പോകും, മാറിപ്പോകും കേട്ടോ. നിലനിൽക്കുന്നതല്ല. കർത്താവ് പറയുന്നു, നിലനിൽക്കുന്നതല്ല. ശത്രുവിനെ പോലും നിലനിൽക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല. ധീര ബാല ഭവിഷ്യധാരക ഒരു വടിയുമായി യാബോക്ക് കടന്നതായ യാക്കോബ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫറവോന്റെ കൺമുൻപിൽ നിന്നുകൊണ്ട് ഒരു അന്യദേശത്ത് സാക്ഷ്യം പറഞ്ഞതുപോലെ നിന്റെ സാക്ഷ്യം ചിലരുടെ മുൻപിൽ കടന്നു പോകാനുണ്ടാകും. നിനക്ക് നിൽക്കുവാൻ യോഗ്യത ഇല്ല എന്ന് പറയുന്ന ചില പ്ലാറ്റ്ഫോംസിലേക്ക് ഞാൻ നിന്നെ നയിച്ചു കൊണ്ടുപോകാൻ പോവാ. അറവാല വൈഡകരകസ്യാന. ഞാൻ പറയുന്ന ആര് കേൾക്കുമെന്ന് പറഞ്ഞു ഒതുക്കി കളയണത്. സാക്ഷ്യത്തിന് ഒരു പട്ടികയുണ്ട് കേട്ടോ. നിന്റെ മുൻപിൽ സാക്ഷ്യത്തിന് ഒരു പട്ടികയുണ്ട്. കടന്നു വന്ന വഴികൾ തന്നെ ഒരു പുസ്തകം എഴുതാൻ തക്കവണ്ണം ഒരു സാക്ഷ്യമുണ്ട്.
പ്രബല വഴി അതെല്ലാം ഒതുക്കി ജനമൊന്നും കേട്ടിട്ടില്ലാത്ത ചില സാക്ഷ്യങ്ങൾ, ഈ ബൗഡ അധികമാരും ആർക്കും അറിയാത്ത ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് പറയുകയാ, ഞാനത് പുസ്തകം പോലെ തുറന്നു വെക്കാൻ ആഗ്രഹിക്കുന്നു. നീ സമർപ്പിക്കുമോ? നിന്റെ വിശ്വാസത്തെ ഞാൻ തെളിയിക്കുവാൻ, ജനത്തിന്റെ മുൻപിൽ നിന്റെ വിശ്വാസത്തെ തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്പമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട, ഉള്ളതിനെ വിട്ടുതാ. ദുബാര ഭവിഷ്യത്തിന് വായടക്കാൻ നോക്കുന്ന ശത്രുവിന്റെ പോരുണ്ടല്ലോ, അതിനെ ഞാൻ അമർച്ച ചെയ്തുകൊണ്ട് നിന്റെ വായ ഞാൻ വിസ്താരത്തിൽ തുറക്കും, ഞാൻ തന്നെ തുറക്കും. അവിശ്വാസം നിന്റെ ജീവിതത്തിൽ കടന്നു വരരുത് മകളെ. വിശ്വസിക്കാൻ പ്രയാസകരമായ ചില അനുഭവങ്ങൾ, വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണ അളവിലേക്ക് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക കേട്ടോ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. അത് മാനുഷികമായ ബുദ്ധിയിൽ അത് അസാധാരണം തന്നെ, മാനുഷികമായ ബുദ്ധിയിൽ അത് അസാധ്യമാണ്. എന്നാൽ ഇന്ന് കർത്താവ് രാത്രികാലം പറയുകയാ, ഞാനത് പ്രവർത്തിക്കും. ഏത് വിഷയം നിന്റെ സന്നിധിയിൽ നിന്റെ മുന്നിൽ കടുപ്പമായി തോന്നുന്നു, അതെന്റെ കയ്യിൽ അങ്ങ് വിട്ടുതരണം. ഇരുമ്പ് ഉരുക്കുവാൻ ഞാൻ ശക്തൻ. ഇന്ന് രാത്രി ഒരു വാഗ്ദത്തം ഏറ്റെടുത്തുകൊള്ളുക. ഇരുമ്പ് ഞാൻ ഉരുക്കാൻ പോവുകയാണ്. ഇരുമ്പ് പോലെയുള്ള അനുഭവത്തെ ഞാൻ ഉരുക്കാൻ പോവുകയാ. പൂർവബല പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, മൃഗാനാതിരബലവ ഇരുമ്പ് പോലെ കട്ടിയായിട്ടിരിക്കുക. ഞാൻ ഇന്ന് രാത്രി കലന്റെ തീ അയക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു തീ അയക്കുകയാ. ഉരുകും. അത് ഉരുകി ഒഴുകുന്നത് നീ കാണും. അത് ഒരിക്കലും പിന്നെ ചേർന്ന് വരാതെ വേണം അതിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ഇത് കർത്താവിന്റെ അരുളപ്പാടാ. ആമേൻ. ദൈവമക്കളെ, സമയം കഴിഞ്ഞു. കർത്താവ് ഏൽപ്പിച്ച സമയം കഴിഞ്ഞു. ഞാൻ എന്റെ വാക്കുകളിലേക്ക് മടങ്ങി വരട്ടെ. എന്നെ ഇത്രത്തോളം നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഓരോരുത്തർക്കും ഹൃദയംഗമായി നന്ദി പറയുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ആന്റിയോട് ഞാൻ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി വാക്കുകൾ ദൈവാത്മാവ് തന്ന കുറിവാക്യം ഏറ്റെടുത്ത് പറയട്ടെ. ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒറ്റ കാര്യമേ വേണ്ടി മുൻപോട്ട് പോകാം. തടസ്സങ്ങൾ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാം. തടസ്സങ്ങൾ നേരിടുമെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. അവിടെ ദൈവത്തിന്റെ യുദ്ധം വെളിപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി എന്റെ ദൈവം അവിടുത്തെ ജനത്തോട് സംസാരിച്ചല്ലോ, അടികളോട് സംസാരിച്ചല്ലോ. പരിശുദ്ധാത്മാവ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു കൊള്ളാമെന്നുള്ള വാഗ്ദത്തപ്പടികൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. കർത്താവേ, സുസ്നാനി കുടുംബത്തെയും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും കർത്താവേ കുടുംബങ്ങളായി വ്യക്തികളായി അനുഗ്രഹിക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. വരും ദിവസങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങൾ അക്ഷരം പ്രതി അത് കർത്താവ് നിറവേറ്റുവാൻ കരുണയുള്ള ദൈവമാകിയാൽ സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. May God bless you all in